ഇന്ന് നമുക്കിതാ ഇതുപോലെ പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെയും പഴം കൊണ്ടാണോ സ്നാക്ക് എന്ന് ചോദിക്കരുത്. ഈ പഴങ്ങളൊക്കെ ഒന്ന് ചിലവാക്കി തീർക്കണ്ടേ, അതിനുള്ള ഓരോ ലൊട്ടിലൊടുക്ക് വിദ്യകളല്ലേ ഇതൊക്കെ. അതിനായിട്ട് നമുക്കൊരു 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി ഒന്ന് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു ഗ്ലാസ്സിലോ മറ്റ് എന്തിലെങ്കിലും അളന്നെടുത്താലും മതിയാവും. ഇനി നമുക്കതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 ഏലക്കായുടെ കുരു ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഈ അരി മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം എടുത്ത് അതിൽ 1/4 കപ്പ് മാത്രമേ ഒഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചേർത്തിന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക. ഈ ബാറ്റർ ഒരുപാട് ചൂടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയും നമ്മൾ ആദ്യം എടുത്ത ആ പഴം ഉണ്ടല്ലോ, അത് തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ കേട്ടോ. അകമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ വെള്ളം 1 ടീസ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അത്രയും മതി. അതുകൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. പഴത്തിൻ്റെ ഏതോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അതിൽ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ലാതെ അതിൽ കിടന്നോട്ടെ, അത് കുക്കാവാനുള്ള സാധനമാണല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അത് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത വെള്ളമാണ്, തേങ്ങാപ്പാലൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് പൊടിച്ച ശർക്കരയുണ്ട് കേട്ടോ. അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്തൊക്കെ ശർക്കരപ്പാനിയാക്കി എടുത്തു കഴിഞ്ഞാൽ സ്നാക്കിൻ്റെ പരുവം തന്നെ മുഴുവനായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ചെറു തീയിലിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇനി ഈ ശർക്കരപ്പാനി ആ ചൂടോടുകൂടി തന്നെ ഈ ബാറ്ററിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ച ഉടൻ തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ മാവും ശർക്കരപ്പാനിയുടെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പൂണും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരു പകുതി നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ അങ്ങനെ പഴം ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് അത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. പഴം നമ്മൾ വാട്ടി ചേർക്കുന്നുണ്ടെങ്കിൽ കുത്തി ഉടച്ച് കലക്കിയൊന്നും ചേർക്കരുത്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇല്ല എങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് ഈ ബാറ്റർ കുക്കറിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പഴം നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പഴം മുഴുവനായിട്ട് ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഇപ്പോഴും നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ. ആ കുക്കറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുക്കർ ഡയറക്റ്റ് അടുപ്പിൽ വെക്കുകയേ ചെയ്യരുത്. പഴയ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് ഞാനിപ്പോൾ കുക്കർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ പഴയൊരു നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ അടപ്പുകളുണ്ടല്ലോ, അതായാലും മതിയാവും. അത് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ കുക്കർ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു വിസിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് നന്നായിട്ട് ആവിയും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികളും വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു സ്ക്യൂവറോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക. ആ കുത്തി നോക്കുമ്പോൾ അതിൽ തീരെ പറ്റിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ
വീണ്ടും ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാനതിനെ തണുക്കാനായിട്ട് അടച്ച് തന്നെ ഒന്ന് മാറ്റി വെച്ചു. അതിൻ്റെ ആ ഒരു വലിയൊരു ചൂടൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്പാച്ചുല കൊണ്ട് അതിൻ്റെ സൈഡ് മുഴുവനായിട്ടും ഒന്ന് വിടുവിച്ചിട്ട് പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്തപ്പോൾ അതാ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ അടിഭാഗത്ത് കരിഞ്ഞു പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ ബാക്കിയുണ്ട് എങ്കിൽ അത് തീർക്കാനുള്ള എളുപ്പ പരിപാടിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. അതാ നമ്മുടെ പെർഫെക്റ്റായിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.